ആപ്കി അദാലത്തിൽ ലോ മിനിസ്റ്റർ കിരൺ റിജിജുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ചൈനയെ കണ്ട് പേടിക്കുന്നു എന്നുള്ളതാണ്. കിരൺ സാർ, ചിലർ പറയുന്നത് എന്താന്ന് വെച്ചാൽ താങ്കൾ എത്രത്തോളം പേടിക്കുന്നു എന്ന് വെച്ചാൽ താങ്കൾ ഹോം മിനിസ്ട്രിയിലുള്ളപ്പോ ആ 5 വർഷം താങ്കൾ ഭിത്തിയിൽ ഒരു വലിയ സ്ക്രീൻ വെച്ചിരുന്നു. അതുവഴി ചൈനയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, അവരെവിടേക്ക് പോന്നു, എന്ത് ചെയ്യുന്നു എന്ന്. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അവിടെ സ്ക്രീൻ ഉണ്ടായിരുന്നു, ഗൂഗിൾ എർത്തിന്റെ. അത് ശരിക്കും ഡിപ്ലോമന്റിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. ഞങ്ങൾ റോഡുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എവിടെ ഉണ്ടാക്കണം, അഥവാ ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എവിടെ വരെ പോകണം, അതല്ലാതെ മഴ എങ്ങനെയുണ്ട്, നാടെങ്ങനെയുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ളതാണത്. ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചൈനയെ കണ്ട് പേടിക്കുന്നുണ്ടെന്ന് എന്നെ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇത് ഞാനല്ല സാർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. താങ്കൾക്ക് ചൈനയെ പേടിയാണ്, താങ്കളൊരു പേടിത്തൊണ്ടനാണ്. താങ്കളുടെ ഗ്രാമത്തിൽ നിന്നും 40 കിലോമീറ്റർ ദൂരെയാണ് ബോർഡർ ഉള്ളത്. പക്ഷെ അവിടെ ചൈന കടന്നു കയറിയിട്ടും താങ്കൾ ഒന്നും ചെയ്തില്ലെന്ന്. അത് ഒരു ഷോർട്ട് കട്ടിൽ ഞാൻ പറഞ്ഞു തരാം. ആ സമയത്ത് കോൺഗ്രസിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആന്റണി സാർ പാർലമെന്റിൽ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു 2013-ൽ, അതായത് ഇത്രയും വർഷമായിട്ടും ചൈന ബോർഡറിൽ റോഡുകളില്ല, പാലങ്ങളില്ല, ഡെവലപ്മെന്റുകളൊന്നുമില്ല. അതെന്താന്ന് വെച്ചാൽ ചൈനയെ കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതുവഴി ചൈന നമ്മളെ ആക്രമിക്കുമെന്ന്, അതുപയോഗിച്ച് അവര് നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. ഈ മൈൻഡ് സെറ്റോടുകൂടിയാണ് ഇത്രയും വർഷമായിട്ടും നമ്മുടെ ബോർഡറുകൾ മുഴുവനും ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതിരിക്കുന്നത്. മോദിജി 2014-ൽ പ്രധാനമന്ത്രിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ എല്ലാ പോളിസിയും മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ എല്ലാ ബോർഡർ ഏരിയകളും, എൻ്റെ നാട് മുതൽ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ അത്രയും ബോർഡർ ഏരിയകളാണ്. ഈവൻ കോസ്റ്റലിൽ പോലും ഇന്ന് റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ബ്രിഡ്ജുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഓരോ വീടുകളിലും വെള്ളമുണ്ട്, ഗ്യാസ് കണക്ഷൻ ഉണ്ട്. ഒരു പക്ഷേ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ, ആ മൈൻഡ് സെറ്റ് ആണെങ്കിൽ, അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ മോദിജിയും ബോർഡർ ഏരിയ അങ്ങനെ തന്നെ വെച്ചിരുന്നേനെ. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, ഒരു ഡെവലപ്മെന്റും വേണ്ട, അങ്ങനെ ആരും അകത്ത് കയറണ്ട. സോ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ? രാഹുൽ ഗാന്ധി ഇപ്പോൾ ഓരോ ദിവസവും ചൈന ചൈന എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നില്ലേ? അദ്ദേഹത്തിന് അറിയില്ല, അതായത് നെഹ്റുജിയുടെ കാലം തുടങ്ങി അവിടെ മുതൽ ഇപ്പോ സോണിയാഗാന്ധിയുടെ ടൈം വരെ ഇവര് ബോർഡർ ഏരിയ ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇവര് മാപ്പ് ചോദിച്ചാലും എനിക്ക് സമാധാനം ലഭിക്കുകയില്ല. കാരണം അത്രത്തോളം അവര് പാവങ്ങളെ ആ അവസ്ഥയിലേക്ക് വളരെ തള്ളിവിട്ടിരിക്കുകയാണ്. അവരിപ്പോഴും ദരിദ്രം തന്നെയാണ്. ആ ഏരിയയെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. താങ്കൾ അവിടെയുള്ള വ്യക്തിയാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അതെ രജത് സാർ, ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു. തുടക്കത്തിൽ ഞാൻ എയർപ്ലെയിനാണ് ആദ്യം കണ്ടത്, കാർ അതിനുശേഷമാണ് കണ്ടത്. കാരണം ഞങ്ങൾക്ക് അവിടെ റോഡുകളില്ലായിരുന്നു, ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ചൈന യുദ്ധത്തിന് ശേഷം 1962-ന് ശേഷം ഫൈറ്റർ എയർക്രാഫ്റ്റ് ട്രെയിനിങ് നടത്തുന്നുണ്ടായിരുന്നു. എൻ്റെ നാടിൻ്റെ മുകളിലായിട്ട് ഒരുപാട് എയർക്രാഫ്റ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ദിവസവും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഞങ്ങൾ എയർപ്ലെയിൻ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, ഫൈറ്റർ എയർക്രാഫ്റ്റ്സ്. വണ്ടിയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്, അച്ഛൻ്റെ കൂടെ പുറത്തു പോകുന്ന ആ സമയത്ത്. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിനടുത്ത് വരെ ചെന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വണ്ടി കാണുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാറ് കണ്ടത്. പക്ഷേ അരുണാചൽ പ്രദേശിനുള്ളിൽ ചൈന 4 കിലോമീറ്റർ ഉള്ളിലേക്ക് ആക്രമിച്ച് കയറിയതായി അവർ പറയുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഈ കാര്യം ഞാൻ വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. കാരണം ഇതിൽ അവരുടെ തന്ത്രം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു വിദേശത്തെ ന്യൂസ് പേപ്പർ, അമേരിക്കയിലുള്ള ഒരു മീഡിയ ന്യൂസ് പേപ്പർ, അതിലൊരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു. അതായത് അരുണാചൽ പ്രദേശിൽ നുഴഞ്ഞു കയറി ചൈന ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനുശേഷം ആ ആർട്ടിക്കിൾ എടുത്ത് ഒരു TV ചാനൽ, സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലുകളിലും എല്ലാം ഇത് കാണിച്ചിരിക്കുന്നു. പ്രശ്നം വലുതാക്കി, അരുണാചൽ പ്രദേശിൽ ചൈന ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന്. അതിനുശേഷം അടുത്ത ദിവസം സത്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെറുതായിട്ട് എഴുതി, ഓഹോ, ഇത് ഇന്നലെ എഴുതിയ ആ ന്യൂസ് ചൈന ആക്രമിച്ചിട്ടുണ്ട്, അത് 1959-ലാണ്, ഇങ്ങനെ ചെറുതായിട്ട് എഴുതി. അതിനുശേഷം മറ്റൊരാൾ എഴുതിയിരിക്കുന്നു ഇങ്ങനെ 1962-ലെ ഒരുപാട് സ്ഥലങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, അതിപ്പോഴല്ല. അവർ ആ കള്ളം പറഞ്ഞത് മുഴുവൻ അങ്ങ് മറന്നു കളഞ്ഞു. അതിനുശേഷം അവർ വ്യക്തമാക്കി, ക്ലാരിഫിക്കേഷൻ, അതാരും കണ്ടിട്ടില്ല, അതൊരു വഞ്ചനയല്ലാതെ പിന്നെന്താണ്. കിരൺ സാർ, അവർ കാണിച്ച സാറ്റലൈറ്റ് ഇമേജ് താങ്കളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ചൈന എങ്ങനെയാണ് ബോർഡറിൽ ഒരു ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത്. ഞാനത് കാണിക്കാം, അതിനുശേഷം താങ്കളുടെ അഭിപ്രായം പറയൂ. ഇതാണ് ആ ഫോട്ടോ. ഫോട്ടോയിൽ ബോർഡറിന് വളരെ അരികിൽ
ഒരു ഗ്രാമം തന്നെ നിർമ്മിച്ചതായിട്ട് പറയുന്നു. അവിടെ 101 വീടുകളാണ് കെട്ടിയിരിക്കുന്നത്. 100 കണക്കിന് ജനങ്ങളും ജീവിക്കുന്നുണ്ട്. പിന്നെ ചൈന എന്തിനു വേണ്ടിയാണ് അവിടെ വീടുകൾ നിർമ്മിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ആ സ്ഥലം സ്വന്തമാണെന്ന് പറയാമല്ലോ. ഇപ്പോ നിങ്ങൾ ഈ കാണിച്ച ഫോട്ടോസൊക്കെ അത് സിക്കിം, ഭൂട്ടാന്റെ ഒക്കെ അടുത്തുള്ള ഒരു ചിമ്പിവേലി എന്നൊരു നദിയുണ്ട്, അതിന്റെ ഫോട്ടോയാണ് കാണിച്ചത്. ഇത് ഭൂട്ടാന്റെ സൈഡിലാണുള്ളത്. ഇതിനു മുമ്പായിട്ട് നിങ്ങൾ റൗണ്ടായിട്ട് ഒന്ന് കാണിച്ചില്ലായിരുന്നോ? അത് സോൺശ്രീ, അരുണാചൽ പ്രദേശിന്റെ ഒരു പാതി ഭാഗമാണ്. ഞാൻ ലാസ്റ്റ് ഇയറിൽ അവിടെ പോയിരുന്നു, മാജയിൽ പോയിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് പോയിന്റ് മാജയാണ്. മാജയിൽ പോയി അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. അവിടെ ഞങ്ങളുടെ റോഡിന്റെ പണി നടക്കുകയായിരുന്നു. അവിടെ മാജയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാജയിലെ ആ കാണുന്ന ഫോട്ടോയാണ്. നവംബർ 2020 ഇത് പിന്നെ 1959 ഞങ്ങളുടെ ആർമി അവിടെ ഇല്ലായിരുന്ന സമയത്ത് അസം റൈഫിൾ ഡിപ്ലോമ ഉണ്ടായിരുന്നു. അത് ചൈന 1959 ആക്രമിച്ചു. ഞങ്ങളുടെ എല്ലാ ആസാം റൈഫിൾ സോൾജേഴ്സിനെയും കൊന്നുകളഞ്ഞു. 1-2 പേര് മാത്രമാണ് ജീവനും കൊണ്ട് ഓടിയത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും അവർ കൊല്ലുകയായിരുന്നു. ഒരുപാട് ആൾക്കാർ മരിച്ചു. സങ്കടകരമായ കാര്യമാണ്. അത് 1959 തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് അവര് ബുദ്ധിപൂർവം നാടിനെ മുഴുവൻ കബളിപ്പിക്കാൻ വേണ്ടി മോദിജിയുടെ സമയത്ത് ഇവര് അകത്ത് കടന്ന് ഗ്രാമം ഉണ്ടാക്കിയിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ അവിടെ പോയി നോക്കൂ. 1959 ചൈന നമ്മളെ ആക്രമിച്ചു. നെഹ്റുജി അപ്പോൾ പറഞ്ഞത് നമ്മുടെ നാടിന് ആർമിയുടെ ആവശ്യമേ ഇല്ല എന്നാണ്. ഇത് ആ സമയത്തെ കാര്യമാണ്. ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. നല്ല രീതിയിൽ അവർ കള്ളം പടർത്തുന്നു. വലിയ വലിയ ആൾക്കാരും അത് ഏറ്റെടുത്ത് വലുതാക്കി പടർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് നടന്നത്. നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു തമാശയും ഇതുപോലെ കളിക്കാൻ പാടില്ല. രാജ്യം മോദിജിയുടെ നേതൃത്വത്തിൽ മാത്രമേ സുരക്ഷിതമായിരിക്കുകയുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഇവരിതുവരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവര് സമ്മതിക്കുന്നില്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാ ചൈന യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മളോ ഈവന്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ചൈനയുടെ പട്ടാളക്കാർ ഇവിടെ വന്ന് നമ്മുടെ പട്ടാളക്കാരെ അലക്കിയിട്ട് തിരിച്ചു പോയെന്ന്. ആദ്യം നിങ്ങൾ തന്നെ പറയൂ. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ ആർമി ഇന്ത്യൻ സൈന്യത്തെ അടിച്ച് തോൽപ്പിച്ചു എന്ന്. ഈ കാര്യം എത്രത്തോളം അവമാനപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോ അവർക്ക് ആക്രമിക്കാൻ കഴിയില്ല. പക്ഷേ ഇക്കാര്യം ഞാനിപ്പോ എക്സാക്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഈ ആർമി ഏതവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴതില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളുടെ ടെറിട്ടോറിയം സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടി മോദിജി ചെയ്ത കാര്യം ഇത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. അത് ഞാൻ നെഞ്ചിത്തട്ടി പറയില്ല. പക്ഷേ മോദിജി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും ചെയ്യാൻ കഴിയില്ല, അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഡെഫിനറ്റ്ലി നിങ്ങൾ ചൈന ബോർഡറിലും ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടാവും. അതുമാത്രമല്ല വിസിറ്റും ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സൈനികരുമായിട്ട് നിങ്ങൾ ചർച്ചകളും നടത്തിയിട്ടുണ്ടാവും. സോ നമ്മുടെ സൈനികർ എന്താണോ പറയുന്നത്, that should be our final verdict. That should be full and final. There should be no controversy at all. അതെ, ആർമി ക്ലിയർ കട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി സമ്മതിക്കില്ല. ആർമി പറയുന്നവർ സമ്മതിക്കില്ല. ഇപ്പോ 2-3 ദിവസം മുമ്പേയും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. അതായത് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തതിനെ കുറിച്ചും ബാലക്കോട്ട് സ്ട്രൈക്ക് ചെയ്തതിനെ കുറിച്ചും പ്രൂഫ് വേണമെന്ന്. സോ ആർമിയുടെ ഫൈനൽ വേർഡ്സ് ആരും അംഗീകരിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഡിഫൻസിന്റെ സീനിയർ ഓഫീസേഴ്സ് അവരാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് രാഷ്ട്രീയക്കാർ ചോദ്യം ചോദിക്കാനേ പാടില്ല. കിരൺ സാർ, പലപ്പോഴും രാഹുൽ ഗാന്ധി ചില നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ചൈനയോട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നും അതുപോലെ സോൾജിയേഴ്സ് എങ്ങനെ ജോലി ചെയ്യണമെന്നും അതിനുള്ള ഒരു ഉദാഹരണം ഞാനിപ്പോൾ കാണിക്കാം. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. You are using the Indian Army, the Indian Navy, the Indian Air Force to protect India from China. If you use India's laborers, India's farmers, India's workers, you will not need the Army, Navy and Air Force to be standing over there. China will not have the guts to come inside. ലേബേഴ്സിനെയും ഫാർമേഴ്സിനെയും ഗ്യാദർ ചെയ്ത പിന്നെ ആർമിയുടെ ആവശ്യമേ ഇല്ലെന്ന് പറയുന്നു. ഇത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നെഹ്റുജിയുടെ ആ കാലത്ത് ഇന്ത്യൻ ആർമിയെ ബാൻ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധി അതേ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഇംപ്രൂവ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. കർഷകരും
ലേബേഴ്സും ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വലിയൊരു കുറ്റാരോപണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചൈന യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്യുന്നു. അവരെപ്പോൾ വേണേലും അറ്റാക്ക് ചെയ്യും, യുദ്ധത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്തു, നിങ്ങൾ പേടിത്തൊണ്ടന്മാരാണ്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡിഫൻസ് പോളിസീസ്, ഡിഫൻസ് എക്സ്പേർട്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ലെവലിലാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത്. പബ്ലിക് ഡൊമൈനിൽ ഫൈറ്റ് എപ്പോഴാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടതെന്നൊക്കെ രാഹുൽ ഗാന്ധി അല്ല, അത് ആരും പറയാൻ പാടില്ല. എനിക്ക് എന്താണ് നടക്കുന്നത് അറിയാം. എൻ്റെ നാട്ടില്, എൻ്റെ ബോർഡറില് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ നമ്മളത് പുറത്ത് പറയാൻ പാടില്ല. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ അവരുടെ വാക്കുകൾ വളരെ ഗൗരവമായിട്ട് കൺട്രോൾ ചെയ്ത് വേണം സംസാരിക്കാനായിട്ട്. എന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്താണോ നാടിന് നല്ലത്, എന്താണോ നാടിന് മോശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. അദ്ദേഹം ചൈനീസ് അഫയേഴ്സിൽ എക്സ്പെർട്ട് ആയതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളിലും എക്സ്പെർട്ട് ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിൽ അല്ലാതെ സംസാരിക്കുന്നുണ്ട്. പാർട്ടിക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. കിരൺ സാർ, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് PD നിത്യ അവരെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ സെക്യൂരിറ്റി ഫോഴ്സസ് ഹാസ് ലോസ്റ്റ് ആക്സസ് ടു 65 പാട്രോളിംഗ് പോയിന്റ് ഇൻ ലേ ലഡാക്ക്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഗ്യാപ്പില് ആയിരക്കണക്കിന് കിലോമീറ്റർ ഡിസ്റ്റൻസില് റിമർക്കേഷൻ ഇല്ല. ചില സമയങ്ങളിൽ പെട്രോളിംഗ് നടക്കുന്നുണ്ട്, ചില സമയത്ത് മഞ്ഞ് വളരെ കൂടുതലായിട്ട് വീഴുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം ഡിമോക്കേഷൻ ചെയ്തിട്ടില്ല. ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലം മുതൽ അവിടെ ആ ഭാഗത്ത് കല്ലുവെച്ചുള്ള ഒരു സൈൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബിൽഡിങ്ങോ അല്ലാതെ ഒരു സ്ട്രക്ചറും ഉണ്ടായിരുന്നില്ല. സോ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ 16, 17, 18,000 ഫീറ്റ് വരെ -30, -40 ഉണ്ടാകും വിന്റർ സമയത്ത്. ആ സമയത്തൊന്നും ആളുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ മറ്റു സമയത്തൊക്കെ ടൈം ടു ടൈം പെട്രോളിംഗ് നടക്കും. ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേയും ചെയ്യും. ഇതെല്ലാം തന്നെ അൺഡെസിഗ്നേറ്റഡ് ഏരിയ ആയിട്ടാണ് ഇരിക്കുന്നത്. മേ ബി അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കാണുമായിരിക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ കണ്ടില്ല. ഒരു പ്രാവശ്യം താങ്കൾ ജനങ്ങളോട് പറയുക, താങ്കൾ ചൈനയെ, അരുണാചൽ പ്രദേശിനെ, ആ ബോർഡറിനെ കുറിച്ച് താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ചൈന കാരണം നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും ആപത്തുകളുണ്ടോ? നമ്മുടെ ആർമി ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ള എല്ലാ കരുതലുകളും എടുത്തിട്ടുണ്ടോ? മോദിജി പ്രധാനമന്ത്രി ആയപ്പോൾ മുതൽ നമ്മളുടെ ബോർഡർ ഏരിയ പൂർണ്ണമായിട്ടും സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആക്ഷൻസും എല്ലാ സ്റ്റെപ്പും എടുത്തിട്ടുണ്ട്.